ഇവിടെ ഫോക്ക് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 150ഓളം കലാകാരന്മാർ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം ഒരു ഐഡിയ ഞങ്ങൾ പൂൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഡെലിഗേറ്റ്സ് ഇത്രയും സിനിമയുടെ തിരക്കിൻ്റെ ഇടയിൽ ഇത് വന്ന് കാണുമോ, ഇതിന് വേണ്ടത്ര ഓഡിയൻസിനെ കിട്ടുമോ എന്നുള്ള തോന്നലുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾ സംഘടകർ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അതിൻ്റെയൊക്കെ അത്തരം ആശങ്കകളെ മുഴുവൻ നിരാകരിക്കുന്ന രീതിയിലാണ് ഇതിൽ വരുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ പാക്ഡ് ആയിട്ടുള്ള ഓഡിയൻസാണ് ഫോക്ക് ഫെസ്റ്റിവലിന് വരുന്നത്. എന്തുകൊണ്ട് IFFKയുടെ ഇടയിൽ ഒരു ഫോക്ക് ഫെസ്റ്റിവൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് വജ്രകേരളവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അത് വന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് എന്തുകൊണ്ട് കേരളത്തിലെ പെർഫോമിംഗ് ആർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇത് ചെയ്താൽ നല്ലതായിരിക്കില്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന അതിനോട് താല്പര്യമുള്ള കുറേ പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, ഈ ഡെലിഗേറ്റ്സ് ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പം അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവർക്ക് കേരളത്തിൻ്റെ പെർഫോമൻസ് ട്രഡീഷനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലേ. ഇങ്ങനെയും ഒരു ട്രഡീഷൻ നമുക്കുണ്ട്, ഇങ്ങനെയൊരു റൂട്ടിൽ നിന്നാണ് നമ്മളെല്ലാവരും വരുന്നത് എന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക അവസരമല്ലേ ഇത്, അത് നമുക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ എന്നൊക്കെയുള്ള തോന്നലിൽ നിന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഫോക്ക് ഫെസ്റ്റിവൽ എന്നുള്ള ഇതിലേക്ക് പ്രധാനമായിട്ടും വരുന്നത്. ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെയ്തത് ഇത് 60 വർഷം കേരളത്തിലെ പെർഫോമിംഗ് ആർട്ടിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റവും ഇത് ക്യൂറേറ്റ് ചെയ്യുമ്പം ഞങ്ങളെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ചെയ്തിട്ടുള്ള രശ്മി സതീഷിൻ്റെ ഫോക്ക് ബാൻഡാണ്. ഒരു ഫോക്ക് കൾച്ചറുള്ള ശബ്ദത്തോടുകൂടി അതേപോലെ തന്നെ ഫോക്ക് സംഗീതം, പാടി പരിചയമുള്ള പാട്ടുകൾ, വളരെ മോഡേൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും പാടുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് കേൾക്കാം. അതാണ് രസ ബാൻഡിൻ്റെ ഇത് ക്യൂറേറ്റ് ചെയ്യുമ്പം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പിറ്റേ ദിവസമാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാടൻ പാട്ട് പാടുന്ന കുട്ടപ്പൻ ചേട്ടനും സംഘവും ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാംബു സംഗീതത്തെ കേരളത്തിൽ പലയിടങ്ങളിലായി ബാംബു ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന എത്രയോ പേരുണ്ട്, എത്രയോ ട്രൈബൽ സംഘങ്ങളുണ്ട്, അല്ലെങ്കിൽ നാടൻ കലാകാരന്മാരുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രകൃതിയുടെ സംഗീതം നമുക്ക് കേൾക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന വയലിൻ ഗ്രൂപ്പായിരുന്നു പിറ്റേ ദിവസം ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര അപ്രീസിയേഷനായിരുന്നു അവരുടെ പെർഫോമൻസിന് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഒരു ആദിവാസി സംഘത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെ എടുക്കും IFFK പോലെയുള്ള ഒരു സ്പേസിൻ്റെ അകത്ത്. പക്ഷേ എൻ്റെ അടുത്ത് ഇന്ന് പോലും പലരും വന്ന് പറഞ്ഞു ആ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു, അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി, എന്ത് രസമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അവരുടെ പാടുന്ന സ്ത്രീയാണെങ്കിൽ ഒരിക്കലും നിർത്തുന്നില്ല, 2 മണിക്കൂറൊക്കെ അവർ നിർത്താതെ പാട്ട് പാടുന്നു. ഇത് ഭയങ്കര അത്ഭുതത്തോടു കൂടിയിട്ട് പലരും എൻ്റെ അടുത്ത് വന്ന് പറയുണ്ടായി. ഇന്നിപ്പം ഇന്നലെ ആണെങ്കിൽ മുടിയേറ്റിൻ്റെ ദിവസമായിരുന്നു. കേരളത്തിൻ്റെ റിച്വൽ പെർഫോമൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ കഥകളിയും ചാക്യാർകൂത്തും കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയാവുന്ന ഒരു കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. ഈ മുടിയേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശാനാണ് നാരായണക്കുറുപ്പ് ആശാൻ. അദ്ദേഹത്തിൻ്റെ വയനാട്ട് കലാസംഘമാണ് ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ പലയിടങ്ങളിലായി നടക്കുന്ന പെർഫോമൻസാണ്. എനിക്ക് പേടിയുണ്ടായിരുന്നു, ഓഡിയൻസ് അവരോടൊപ്പം യാത്ര ചെയ്ത് ഈ നാടകം കാണുമോ, ഇവിടെ മുഴുവൻ പെർഫോം ചെയ്യുമായിരുന്നു അവർ. പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാവരും അവരുടെ കൂടെ നടന്ന് ആ പെർഫോമൻസ് കാണുന്നുണ്ടായിരുന്നു. അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനുഭവമായിരുന്നു എന്ന് പല ഡെലിഗേറ്റ്സും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല ഡെലിഗേറ്റ്സും എൻ്റെ അടുത്ത് പറയുണ്ടായി. ഇന്ന് ഗോത്തുരുത്തിൽ നിന്ന് വരുന്ന ചവിട്ട് നാടക സംഘമാണ് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഗോത്തുരുത്ത് എന്ന് പറയുന്ന സമയത്ത് ചവിട്ട് നാടകത്തിൻ്റെ ഇടമാണ്. അവിടുത്തെ ഏതൊരു കൊച്ചുകുട്ടിക്കും ചവിട്ട് നാടകം അവരുടെ ജീവവായു പോലെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു സംഘമാണ് ഇവിടെ വന്നിട്ട് ഇന്ന് നാടകം അവതരിപ്പിക്കുന്നത്. കാറൽമാചരിതമാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ നാടകം എന്ന് പറയുന്നത്. ചവിട്ട് നാടകത്തിൽ ആ നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നാളെ പാവക്കൂത്തും അറബനമുട്ടുമുണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ ഫെസ്റ്റിവൽ എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിക്കേണ്ടായി, അടുത്ത വർഷവും ഉണ്ടാവുമോ ഇങ്ങനെ. ഈ ഒരു ആളുകൾ കാണിക്കുന്ന താല്പര്യം, ഡെലിഗേറ്റ്സ് നമ്മൾ നൽകിയ സപ്പോർട്ട് വെച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസിബിലിറ്റി ഇനിയും ഉണ്ട്.
IFFK സിനിമയുടെ മാത്രം ഇടമല്ല. അവിടെ എല്ലാവർക്കും ആഘോഷിക്കാനും സന്തോഷിക്കാനും പെർഫോം ചെയ്യാനും ഒക്കെയുള്ള ഇടം കൂടിയായി മാറേണ്ടതുണ്ട്. നമ്മുടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാവുന്ന ഇടം കൂടി ആവേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ സംഘടിപ്പിച്ചിട്ടുള്ള ഫോക്ക് ഫെസ്റ്റിവൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇനിയും അത് തുടരേണ്ടതുണ്ടെന്നും ഞാൻ കരുതുന്നുണ്ട്.